ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും ടൈറ്റിൽ വായിച്ച് കാണും. ഇന്നത്തെ വീഡിയോ BTSൻ്റെ കുറച്ച് ആൽബംസിനെ കുറിച്ചാണ്. എനിക്ക് ഒരു 2020 തൊട്ട് BTSൻ്റെ കുറച്ച് ആൽബം കളക്ഷൻ ഉണ്ടായിരുന്നു, ഒഫീഷ്യൽ ആൽബം കളക്ഷൻ. അപ്പം അത് എനിക്ക് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ കളക്ഷൻസ് ഒരു 9 ആൽബം എനിക്കുണ്ട്. ഇതെല്ലാം കൊറിയയിൽ നിന്ന് വരുത്തിയതാണ്. ഞാൻ നേരിട്ട് പോയി കൊറിയയിൽ നിന്ന് വാങ്ങിച്ചതോ ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ആൾക്കാരൊന്നുമില്ല. നമുക്കിതുപോലെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ട്, അതുവഴി വാങ്ങിച്ചതാണ്. അവർക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്യാം. എല്ലാ പേജും ഒന്നും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല, കുറേ ഉടായ്പകളും ഉണ്ട്, പറ്റിക്കപ്പെടും. അതുകൊണ്ട് ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള കുറച്ച് പേജുകളിൽ മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വേണമെന്നോ ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. അവരുടെ ചാനലിൽ കയറുക, അതിൻ്റെ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ആൽബംസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവരോട് നേരിട്ട് ചോദിക്കുക, അതിൽ ഓർഡർ ചെയ്യുക. അതുവഴി അവർ കൊറിയൻ വെയർ ഹൗസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് അവരതുവഴി ഓർഡർ ചെയ്ത് ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് അവർ നമുക്കത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന അഡ്രസ്സിലോട്ട് അയച്ചു തരുവാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ആൽബവും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു ആൽബം തന്നെ ഒരു 2000 റേഞ്ച് തൊട്ടൊരു 3500-4000 റേഞ്ചൊക്കെ വരും. എൻ്റെ ഇരിക്കുന്ന എല്ലാം ആ ഒരു റേഞ്ചിലാണുള്ളത്. ഏറ്റവും കുറഞ്ഞതെന്ന് പറയാൻ എനിക്കൊന്നൊരു 2000 ആണെന്ന് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ആൽബം. ഇത് എൻ്റെ ഒരു 2020 തൊട്ടുള്ള കളക്ഷനാണ്. എനിക്ക് 10ാം ക്ലാസ് തൊട്ട് എനിക്ക് 9ാം ക്ലാസ് തൊട്ട് തുടങ്ങിയാണ് BTSനെ കുറിച്ച് ഒരു ബ്രാൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, അവരുടെ സോങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് പിന്നീട് ഞാൻ പൈസ കൂട്ടി വെക്കുന്നത്. എനിക്ക് പണ്ടോട്ട് പൈസ കൂട്ടി വെക്കുന്നൊരു ശീലമുണ്ട്. പിന്നെ ഞാൻ ആ പൈസ എങ്ങനെ യൂസ് ആക്കണമെന്ന് എനിക്ക് അറിയാത്ത കാരണം ഞാൻ പിന്നെ ആ പൈസ എല്ലാം എനിക്കിഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയല്ല ചിലവാക്കുന്നത്. അങ്ങനെ വെച്ച് ഞാൻ BTSൻ്റെ ആൽബങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ വാങ്ങിച്ചാണ് ഈ ഒരു 9 ആൽബം ഞാൻ കാണിച്ചു തരാം. ഇതാണെങ്കിൽ BTSൻ്റെ ആൽബം. ഇത് പ്രീ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം, അല്ലാതെ വാങ്ങിക്കാം. പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആൽബം ഫോർ എക്സാമ്പിൾ BTSൻ്റെ ബട്ടർ, അപ്പം ബട്ടർ സോങ് ഇറങ്ങി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ സമയത്ത് തന്നെ പ്രീ ഓർഡർ ചെയ്യുമ്പോൾ പ്രീ ഓർഡർ ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രീ ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് അതിലൂടെ അവർ ആ സമയത്ത് മാത്രം അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്, അതായത് നമുക്ക് ആ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ആ സമയത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പ്രീ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരേണ്ടത്. പിന്നെ ഓൾഡ് ആൽബംസും ഉണ്ട്. ഈ ഓൾഡ് ആൽബംസ് ഒക്കെ പ്രീ ഓർഡർ അല്ല, അല്ലാതെ ഓർഡർ ചെയ്യുക. ആ സമയത്ത് എനിക്ക് BTSനെ അറിയത്തില്ല, അത് കഴിഞ്ഞിട്ട് അറിയാനായിരുന്നു. കുറച്ച് ആൽബംസ് ഒക്കെ ഇഷ്ടമുള്ള ഞാൻ വാങ്ങിച്ചാണ്ടൊക്കെ. അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് കിട്ടാം. ഇത് BTSൻ്റെ ഫസ്റ്റ് ആൽബമാണ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കി കാണിക്കാം. പിന്നെ എല്ലാവരും ചോദിക്കും, എല്ലാവരും ഓർക്കും ഞാൻ ഇതിന് ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചേക്കുന്നത്. കാരണം ഭയങ്കര ഡസ്റ്റിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ട്, നല്ല പൊടിയാണ് ഇവിടെ. അപ്പം എനിക്ക് ആൽബംസൊക്കെ അഴുക്ക് പിടിക്കണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ കവറിലാക്കി എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ടു കൂൾ ഫോർ സ്കോൾ എന്ന് പറയുന്നൊരു ആൽബമാണിത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പേജ് ആൽബത്തിൻ്റെ. ഇതിൻ്റെ അകത്തൊരു ബുക്കും ഒരു ആൽബം ബുക്കും, അതിൽ ഇവരുടെ ഫോട്ടോസും അതുപോലെ തന്നെ സോങ്ങിൻ്റെ ലിറിക്സും കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു CD, പിന്നെ അവരൊരു ഫോട്ടോ കാർഡ് പോലത്തെ ഒരു സാധനം. ഇത് ആ ഒരു എനിമേറ്റഡ് ആയിട്ടുള്ളൊരു വെർഷൻ കാണിക്കുന്നതാണ്. ഓരോ മെമ്പേഴ്സാണ്, അവർ 7 പേരാണുള്ളത്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ ഫോട്ടോ കാർഡ് എന്ന് പറയുമ്പം ഇവിടെ 7 പേരാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫോട്ടോ കാർഡ് വെച്ചാൽ നമുക്ക് ഒരാളുടെ കിട്ടും. 7 പേരും കിട്ടണമെന്നില്ല, 7 പേരും കിട്ടുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കിട്ടിയിട്ടൊക്കെ കാണും. ഇതിലൂടെ ഫോട്ടോ കാർഡ് ഇല്ലാത്തതാണ് ആൽബമാണ്. പിന്നെ നമുക്ക് ബട്ടർ കാണിക്കും. ഞാൻ ഓർഡർ അനുസരിച്ചല്ല കാണിക്കുന്നത്, വർഷങ്ങളനുസരിച്ചല്ല ഇപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്ന രീതിയിൽ കാണിക്കുന്നുള്ളൂ. ഇതെനിക്ക് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം വന്നെന്ന് പറയുമ്പോൾ ഇത് 2 വെർഷനായിരുന്നു. ഒന്ന് ബട്ടർ ഈ വെർഷനും ഒരു പീച്ച് വെർഷനും ഉണ്ടായിരുന്നു. ഞാൻ പീച്ച് വെർഷൻ ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് ആ ഷോപ്പിൽ അവർ തന്നു വിട്ടത് ഈ ഒരു വെർഷനാണ്. അപ്പോൾ എനിക്കിത് 2 എണ്ണമായി. ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ഞാൻ ഉദ്ദേശിച്ചതല്ല കിട്ടിയത്. ആൽബം കിട്ടി, സെയിം പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ ആൽബം കിട്ടിയെങ്കിലും എനിക്കിത് 2 വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് അവർ അയച്ചു തന്നത് ഇതായിരുന്നു. ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് നമ്മളൊരു പറ്റിച്ച രീതി എനിക്ക് പറ്റിച്ചതല്ല, അവർ കുറേ ഓർഡർ വന്നപ്പം അയച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. സാധനം ഇതൊക്കെ തന്നെ നമ്മളിത് ഇങ്ങനെ നോക്കുന്നു. കറക്റ്റൊരു ബട്ടറിൻ്റെ ബോക്സ് പോലെ കറക്റ്റ് നല്ല രസമില്ലേ. ക്രീമും അതുപോലെ പീച്ച് വെർഷൻ. എനിക്ക് 2 ക്രീമാണ് കിട്ടിയത്.
ഇതിൽ ഇതുപോലെ തന്നെ ഒരു ഫോട്ടോ. ഇതിനിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ, ഞാൻ തന്നെ ഇട്ട് വെച്ചത് പ്ലാസ്റ്റിക്കാണ്. ഇതിങ്ങനെ ഒരു ഫോട്ടോ കാർഡാണ്. പിന്നെ ഇതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് വെക്കാൻ പറ്റും. ഇങ്ങനെ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. ഇത് അവരുടെ CD ആണ്. ഇതാണ് CD. എല്ലാത്തിനും കൂടെ CD ആണ് കേട്ടോ. ഇതിനകത്ത് അവരുടെ എല്ലാ പാട്ടുമാണുള്ളത്. ബട്ടർ, പെർമിഷൻ ടു ഡാൻസ്, അതുപോലെ തന്നെ ബട്ടറിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വായിക്കുന്നത്. ഇതൊക്കെ അവരുടെ അതിൻ്റെ ലിറിക്സ് ആയിരുന്നു. പിന്നെ ഒരു സ്റ്റിക്കർ ഉണ്ട് ഇതിലൂടെ, സ്റ്റിക്കർ കിട്ടുന്നതിലൂടെ അത് നമുക്കിത് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടാം ഇതിൻ്റെ പുറമൊക്കെ. പിന്നെ ഇതവരുടെ ഫോട്ടോ ബുക്ക്, അവരുടെ ഫോട്ടോസാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ, അപ്പം പ്രീ ഓർഡർ ചെയ്ത് കിട്ടിയതിൻ്റെയാണ് ഈ ഫോട്ടോയും ഇതും പ്രീ ഓർഡർ ചെയ്തതിൻ്റെയാണ്. ഈ ഫോട്ടോയും പ്രീ ഓർഡർ ചെയ്ത് കിട്ടിയതിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇതെനിക്ക് അല്ലാതെ 2 ഫുൾ ചെയ്ത ഫോട്ടോ. പിന്നെ ഇവരുടെ ഒരു മെസ്സേജും കാണും, ഏതെങ്കിലും ഒരാളുടെ മെസ്സേജും കാണും. ഇതെല്ലാം 2 കിട്ടുന്നത്. ഇത് പ്രീ ഓർഡർ ഗിഫ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ പ്രീ ഓർഡർ ഒരു ഫോട്ടോ കാർഡ് വന്നത് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് പ്രീ ഓർഡർ വന്നത്. ഇതും ഒരു ഓൾഡ് ആൽബമാണ്. അവർ വന്ന സമയത്ത് ഇറക്കിയ ഒരു ആൽബമാണ്. ആർ യു ലേറ്റ് എന്ന് പറയുന്ന ആൽബം. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് കുറേ ആൽബംസൊക്കെ ഇങ്ങനെ ലൈഫ് ആയിട്ടാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് അഴിച്ചു പിടിക്കും. അതാണ് മെയിൻലി ഞാൻ ഈ കവർ ഇട്ട് വെച്ചേക്കുന്നത്. ഇതാണ് അവരുടെ ആൽബം. ഇതുപോലെ CD ആണ്, എല്ലാത്തിനും CD ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അവരുടെ ഫോട്ടോ ബുക്ക്. ഇതിലും എനിക്ക് ഫോട്ടോ കാർഡ് കിട്ടിയായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു അതിലൂടെ. പിന്നെ 2 ഫുൾ ചെയ്ത് വീനാണ് കിട്ടിയത്. വി എൻ്റെ ബയാസാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ഫേവറേറ്റാണ്. വി എൻ്റെ ബയാസാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയതുകൊണ്ട് വീനാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് ആ സെയിം ആൽബം ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ 2 ഒരേപോലത്തെ കിട്ടി. ടീച്ചിന് വരെ എനിക്ക് ക്രീം വരെ ഒന്നുകൊണ്ടാണ് സെയിം തന്നെയാണ്. വ്യത്യാസമൊന്നും എനിക്ക് കാണാനുണ്ട്. അതിലൊരു ഫോട്ടോ കാർഡാണ് ഞാൻ 2 പേജിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ കാർഡ് 2 ഉള്ളൊക്കെയാണ്. ഇതും അവരൊരു പഴയ ആൽബമാണ്. ഡാർക്ക് ആൻഡ് വൈറ്റ് എന്നാണ് പറയുന്നത് ഈ ആൽബത്തിൻ്റെ പേര്. ഇതാണ് ആൽബത്തിൻ്റെ ഫ്രണ്ട് കവറ്. അതുപോലെ തന്നെ CD, അവരുടെ ഫോട്ടോ ബുക്കും അതിനൊക്കെ ലിറിക്സും കാര്യങ്ങളൊക്കെ. ഇതിലൂടെ ഫോട്ടോ കാർഡ് കിട്ടിയായിരുന്നു. അതിലിതുപോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പ്ലസ് അതിൻ്റെ അകത്ത് ഒരു ആനമ്പിളാണ്. 2 കിട്ടിയത് ഇങ്ങനെയാണ്. എനിക്ക് ക്യൂട്ടായിട്ടുള്ള നമുക്ക് കൊച്ചുകളൊക്കെ ഫോട്ടോസാണ് അവർ. എനിക്കത് ഇതൊക്കെ എൻ്റെ ഏജിലുള്ള ഫോട്ടോസാണ്. അവർ ആ സമയത്ത് എൻ്റെ ഏജായിരുന്നു. ആ ടൈമിലുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. എന്നെക്കാളും ചെറിയതാണ്. എൻ്റെ അത്ര പോലും ഏജില്ല. ഇത് ഡിയാർഡുമാണ്. ഇതും പ്രീ ഓർഡർ ചെയ്ത് ഞാൻ നടത്തിയതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ഗിഫ്റ്റുണ്ട് പ്രീ ഓർഡർ ചെയ്യാൻ. ഇതിലും CD ഉണ്ട്. പിന്നെ ഡിയാർഡിക്കുന്ന ബുക്ക്. ഇതൊക്കെ വൈറ്റാണ്. ഇതാണ് ബുക്ക്, ഫോട്ടോ ബുക്ക്. ഇതൊക്കെ ഫോട്ടോസാണ് മൊത്തം. പിന്നെ അതുപോലെ സോഴ്സിൻ്റെയൊക്കെ ലിറിക്സാണ്. പ്രീ ഓർഡർ ചെയ്ത് ഒരു ഗിഫ്റ്റ് കിട്ടിയാണ് എനിക്കിത്. ഫോട്ടോ കാർഡ് വെക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഉള്ള ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ആൽബത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ലൈക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിന്. ഇത് ബിൽബോർഡിൽ നമ്പർ 1 ആയ ആൽബമാണ്. ബിൽബോർഡിൽ ഇവരുടെ ഈ സോങ് നമ്പർ 1 ആയിരുന്നു. അതിൻ്റെയാണ് ഈ ഒരു സ്റ്റിക്കർ ഇതിൽ കാണിച്ചേക്കുന്നത്. നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ പുറത്ത് ഒട്ടിച്ചാണ്. അതുപോലെ തന്നെ ഇത് ഗ്രാമി അവാർഡ് നോമിനി ആയിട്ടുള്ള ആൽബം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആൽബമാണ്. ഇത് ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നൊരു ആൽബമാണ്. അപ്പോൾ എനിക്ക് അതിനകത്തുള്ള ആൻസർ വെർഷനകത്ത് സെൽഫിൻ്റെ എല്ലാം എഫ് കിട്ടുന്നുണ്ട്. എസ് ചെയ്യും കൂടെ വേണം ഇതൊരു ആൽബം കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇത് ആൻസർ അല്ലേ, അല്ലാതെ ഹെർബും ടിയറും ഉണ്ട്. അതിൻ്റെ എല്ലാം എനിക്ക് വാങ്ങിക്കണം. എന്നാലും ഈ ആൽബം ഫുള്ളായിട്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള വെർഷൻസൊക്കെയാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. എന്ത് ഭംഗിയല്ലേ ഓരോ ആൽബം കാണാൻ പോലും. നമുക്കതിൽ ഡിസൈൻസ് ആയിക്കോട്ടെ. അതുപോലെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ആൽബംസ് എല്ലാം നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ആൽബംസും കണക്ട് ചെയ്താണ് ഓരോ ബുക്കിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. ഇതിലൊരു ലവ് ചിഹ്നം കണ്ട അത് ഈ ഓരോ ആൽബംസിനും ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ ഡിസൈനായിട്ടാണ് പോകുന്നത്. ഫ്ലവർ ലവ് അങ്ങനെ വെച്ചിട്ട് ഓരോ ആൽബംസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു
12 ആൽബം ഉണ്ട്. ഈ 12 ആൽബം കൂടെ ഒന്നിച്ച് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഡിസൈൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു ഡിസൈൻ പോലെ തോന്നും. ഇതിലെന്ന് പറയുമ്പോൾ ഒരു CD ഉണ്ട്, പിന്നെ വേറെ ഫോട്ടോ കാർഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫോട്ടോസ്, ഇതിനകത്ത് ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അവരുടെ ഫേസ് ആണ് ഇതെല്ലാം. ഇതൊരു ബുക്കാണ്, ഇതൊരു നോട്ട് പോലെ. അതിനകത്ത് അവരുടെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇത് കുറേ ആണെങ്കിൽ കുറേ വായിക്കാൻ അറിയില്ല. ഇത് ഗൂഗിൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ഒക്കെ കിട്ടും. ഇത് 2 CDs ആണുള്ളത്, ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. സെയിം ആൽബത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് സെൽഫിൻ്റെ ആണ്. അപ്പം ആ ഒരു വെർഷനിലെ ഇത് ലാസ്റ്റ് ബുക്കാണ്, ആൽബമാണ്. ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു CD ഉണ്ട്, ബാക്കിൽ CD ഉണ്ട്. വേറെ ഫോട്ടോസും കാര്യങ്ങളാണ്. ഇതിലൊരു നോട്ട് സെയിം അതേപോലെ ഒരു നോട്ട് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഷീറ്റ്, ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ഷീറ്റാണിത്. ഇതാണ് ആൽബം. ഇതിലും കണ്ടോ ഒരു ഡിസൈൻ. അപ്പം ഇതിങ്ങനെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു കണക്ഷനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ആൽബംസും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എല്ലാം ഒന്നിച്ച് വെക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ആൽബം. എൻ്റെ ബയാസിൻ്റെ സോളോ ആൽബമാണിത്. അതിൻ്റെയാണ് ലേയോർ എന്ന് പറഞ്ഞൊരു ആൽബമാണ്. ഇത് നല്ല ഭംഗി, ഇതിൻ്റെ പാക്കേജ് കംപ്ലീറ്റ്ലി ബാക്കിയുള്ള ആൽബംസായിട്ട് നല്ല ഡിഫറെൻ്റ് ആണിത്. ഇതിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ടാനി എന്ന് പറയുന്നതാണ്. ഇത് വീട് ഡോഗിൻ്റെ പേരാണ് ടാനി. അതിൻ്റെ പിക്ചറാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം കേൾക്കുന്ന ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഡോഗ്. ടാനി എന്നാണ് പേര്. അത് കാരണം തന്നെ എൻ്റെ പൂച്ച എഴുതിയപ്പോൾ ഞാൻ എൻ്റെ പൂച്ചയ്ക്ക് ടാനി നട്ട. അവർക്ക് 5 വയസ്സായി. ഇതിൽ ഇതുപോലെ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് പോലത്തെ ഇതുപോലെ നോട്ട് എഴുതാൻ പറ്റുന്ന നോട്ട് പാഡ് ഉണ്ട്. കണ്ടോ, നോട്ട് പാഡ്സ് ആണിത്. പിന്നെ ലിറിക്സ്, അദ്ദേഹം തന്നെ എഴുതിയ കൈയക്ഷരത്തിലുള്ള ലിറിക്സ്. പിന്നെ കുറച്ച് ഫോട്ടോസ് കണ്ടോ, ഇതിലൊക്കെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസാണ്. പിന്നെ ലിറിക്സ് ആണിത്. ഇത് അതിലുള്ള ആൽബത്തിലുള്ള സോങ്സിൻ്റെ എല്ലാ ലിറിക്സ്. ഇത് വലിയ ഫോട്ടോ അത് ഞാൻ കാണിച്ചു തരാം. ബാക്കി ആൽബംസിൻ്റെ ലിറിക്സുണ്ട്, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെ വലിയൊരു ഷീറ്റ് പോസ്റ്റർ നമുക്ക് കിട്ടും. കണ്ടോ, എന്ത് ഭംഗിയല്ലേ, എന്ത് ഭംഗി. ഇത് ലോകത്തിൽ ആരെയും കണ്ടില്ല ഇത്രയും ഭംഗിയൊരു ലിറിക്സ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഭയങ്കര ഭംഗി, പറയാൻ പറ്റില്ല. ഭയങ്കര ഒബ്സസ്ഡാണ് ഞാൻ. ഇതാണ് ഒരു പോസ്റ്റർ. ഇത് CD ആണ്, ഇതിനകത്ത് CD. ഇതിൽ ഫോട്ടോ കാർഡ്സ് ആണ് വെച്ച് വലിയ ഫോട്ടോസ്. പിന്നെ എല്ലാത്തിനും പോലെ ഒരു ഫോട്ടോ ബുക്ക്. ഇതാണ് ഫോട്ടോ ബുക്ക്. ഇന്നത്തെ ഫോട്ടോസൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട്, ഭയങ്കര ഭംഗിയായിട്ട്. ഇതൊക്കെ തന്നെ നോക്കി എന്ത് രസമല്ലേ, ഭയങ്കര ഭംഗിയല്ലേ. ഏത് ഹെയർ കളറാണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ട് ചെയ്ത് വെച്ചു. കവർ പേജ് നോക്ക്, ഇത് ക്യൂട്ടാ. അതുപോലെ തന്നെ ഈ ലോകത്ത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗ് വേറെ കാണില്ല. ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇവർ ഇതിലുള്ളപ്പോൾ തന്നെ കൊണ്ടുവന്നൊരു പട്ടിയാണ്. ഇവർ ബാൻഡ് ആയിരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വാങ്ങിച്ചൊരു ഡോഗായിരുന്നു. അതിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് അത് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് ORV എന്ന് പറയുന്ന ആൽബത്തിൻ്റെ പോസ്റ്ററാണ്. വലിയ പോസ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും വലിയ പോസ്റ്ററാണ്. എന്തായാലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവർ 7 പേര്. പിന്നെ ആൽബത്തിൻ്റെ നെയിമാണിത്. ഇത് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ആൽബം, ഈ ആൽബം. ഇതാണ് അതിൻ്റെ പോസ്റ്റർ. എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് വളരെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. കാണുമ്പോൾ എത്ര ഉള്ളു, പക്ഷേ തുറക്കുമ്പോൾ വലുതാണ്. ഇത് എനിക്ക് ഈ ആൽബത്തിൻ്റെ ഒക്കെയാണ് ഈ ഫോട്ടോസൊക്കെ. ഫോട്ടോ കാർഡ് ഇതിൽ 7 വേറെ ഫോട്ടോസും ഉണ്ട്.
ഇത് എനിക്ക് ജിമ്മിലായിരുന്നു രണ്ടായിട്ട് കിട്ടിയത്. രണ്ട് ഫോട്ടോ കാർഡ് ജിമ്മിലായിരുന്നു കിട്ടിയത്. ഇത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബട്ടർ കണ്ടത്തിൻ്റെ ഇത് ഡാർട്ടൻ്റെ ഇത് ORU നെയ്റ്റോ എന്ന് പറയുന്ന കാർഡത്തിൻ്റെ ഇത് മറ്റേ ലവ് യുവർ സെൽഫിൻ്റെ ആണ്. ഇതെനിക്ക് ഇത് JKയും ജയഹോപ്പുമാണ് കിട്ടിയത്. ഇത് വീട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ച ലിയോറിൻ്റെ ആണ്. ഇത് 5 ഫോട്ടോസാണുള്ളത്. ഇത് ലിയോറിനോടെ എനിക്ക് പ്രീ ഓർഡർ ചെയ്തൊക്കെ കിട്ടിയൊരു ഫോട്ടോ കാർഡ് കിട്ടുന്നതാണ്. ഇന്നത്തെ സോങ്സിൻ്റെ നെയിംസൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് പ്രീ ഓർഡർ ലിസ്റ്റ് ആയിരുന്നില്ല. ഇതൊക്കെ ഞാൻ തനിയെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതിലങ്ങനെ ഫോട്ടോസ് കാര്യങ്ങൾ ഇത് അതിൻ്റെ തൊണ്ടായിരുന്നാണ്. ബാക്കി ഫുള്ള് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ അതിൻ്റെ ഇരിക്കുന്ന ഫോട്ടോ കാർഡ്സൊക്കെ വെക്കുന്നതാണ് ഞാൻ നല്ലതായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ മാക്സിമം ഷോർട്ടാക്കിയാണ് കാണിച്ചിരുന്നത്. ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല, കാരണം കാണിക്കാൻ ഒരുപാടുണ്ട് അതിൽ ഓരോ പേജസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിപ്പോൾ എന്തെങ്കിലും ഞാൻ പുതിയൊരു ആൽബം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആയിട്ടൊക്കെ ഇടുമ്പം അതുപോലെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാൻ. പക്ഷേ ഇതിപ്പോൾ ഇത്രയും 9 ആൽബങ്ങളോളം കാണിക്കുന്ന കാരണം ഞാനത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ടല്ല ചെയ്തേക്കുന്നത്. ഇതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് BTS ഫാൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി ഇതുപോലെ കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് ലെങ്തി ആവുന്നതും ശരിയല്ലല്ലോ. അത് കാരണം ഞാൻ ഏറ്റവും എൻ്റെ മാക്സിമം പറ്റുന്ന പോലെ ഷോർട്ടാക്കിയാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. ഐ ഹോപ്പ് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്കും ഇതുപോലെ BTSന് ഇഷ്ടമുള്ള ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ട് അവർക്കും അയച്ചു കൊടുക്കുക, അവരൊക്കെ കാണട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.